കാലിന്റെ ഞെരുക്കവും മൂളലോ കേട്ട പോലെ തോന്നി. സഞ്ജു കണ്ണു തുറക്കുന്നുണ്ട്. ആദ്യം അതൊരു തോന്നലാണെന്ന് തോന്നി കണ്ണടക്കാൻ തുടങ്ങുമ്പോഴാ ആമയുടെ കരച്ചില് കേൾക്കുന്നത്. സഞ്ജു കണ്ണൊന്ന് തിരിഞ്ഞുകൊണ്ട് അവളിലേക്ക് ചാഞ്ഞു വന്നു. ആമി, എന്താടാ? അവൻ വേഗം എഴുന്നേറ്റ് മുണ്ട് മുറുക്കി എടുത്ത് ലൈറ്റ് ഓൺ ചെയ്തു. നോക്കുമ്പോ അടിവയറ്റ് പൊട്ടിപ്പൊടിച്ച് ചുരുണ്ട് കൂടി കിടക്കുവാണ് ആമി. ആമി, എന്താടാ കരയുന്നേ? എന്തു പറ്റി? അവൻ അവളുടെ തലയെടുത്ത് കയ്യിലേക്ക് താങ്ങി വെച്ചു. വയറ് വേദനിച്ചിട്ട് സഞ്ജുവേട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല. ആമി കരഞ്ഞു. പീരീഡ്സ് ആയോ? അവന്റെ കാര്യം മനസ്സിലായി. ആമി അതേന്ന് മൂടി. അവളുടെ ശരീരാകെ ചൂട് പിടിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അസഹനീയമായ വേദനയുണ്ടെന്ന് തോന്നുന്നു. തിരിഞ്ഞും പറഞ്ഞും കിടന്ന് ഉരുളുന്നുണ്ട്. പീരീഡ്സ് എന്താണെന്നൊക്കെ അവൻ അറിഞ്ഞു. പണ്ട് അമ്മയ്ക്ക് ഇതുപോലെ വേദന വരിക അന്നിത്തിരി വെള്ളം ചൂടാക്കാനും ഉലുവ വെള്ളം തിളപ്പിച്ചു തരാനൊക്കെ അമ്മ പറയുമായിരുന്നു. ഇത്തിരി ഉലുവ വെള്ളം തിളപ്പിച്ചു തരട്ടെ ചോദിച്ചപ്പോ അപ്പൊ തന്നെ അമ്മ വേണ്ടെന്നും മറുപടി പറഞ്ഞു. ഉലുവയുടെ രുചിയും മണോന്ന് അമ്മയ്ക്ക് കണ്ണെടുത്താ കണ്ടൂടാ. അതുകൊണ്ട് ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുക്കാന്ന് കരുതി സഞ്ജു അടുക്കളയിലേക്കും പോയി. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുള്ളൂ. ആമി, എഴുന്നേൽക്ക്, ദേ ഇത് കുടിക്കേ. സഞ്ജു വയറ്റിൽ അമർത്തി വെച്ചിരിക്കുന്ന തലയണ എടുത്തു മാറ്റി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റിരുന്ന പാടെ ആമിയുടെ മുഖം ചുളിഞ്ഞു. അടുത്ത നിമിഷം വായും പൊത്തിപ്പിടിച്ച് ബാത്റൂമിലേക്ക് ഓടി. അവൻ ഗ്ലാസ് ടേബിളിൽ വെച്ച് പിന്നാലെ ചെന്നു ഛർദിക്കുന്നതോട് മുതുകി തലോടിയും കൊടുത്തു. ആത്മാവും കൂടി വലിച്ചെത്തി ഛർദിക്കും പോലെ ഛർദിച്ചു കൊടുത്തു. അവന്റെ കയ്യിൽ അവശതയെ വീണവൾ എല്ലാ മാസവും ഉണ്ടാവുന്നതാണെങ്കിലും അവളെ ഈ അവസ്ഥയെ കാണും സഞ്ജുവിന് സങ്കടമാണ്. ആമിയല്ലാതായി മാറുന്ന ഒരു സമയമായിരിക്കും. എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നു. മെന്റലി ഡൗൺ ആയി പോകുന്ന സമയം. ആക്കിക്കാരൻ ദേഷ്യപ്പെട്ട് വേദന സഹിച്ച് തള്ളി നീക്കുന്ന നിമിഷങ്ങള് സഞ്ജു അവളുടെ വാ കൈപ്പിച്ചു ബെഡിൽ കൊണ്ടേ കെട്ടി. ഛർദിച്ച ക്ഷണ നേരത്തേക്ക് ആശ്വാസം കിട്ടിയെങ്കിൽ സെക്കൻഡിൽ വീണ്ടും വയറുവേദനിക്കും. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് ആമ ചുരുണ്ടുകൂടി. സഞ്ജു തന്നെ വിഷമത്തോട് നോക്കിയിരിക്കുന്ന കണ്ടപ്പോ അവൾ അവന്റെ കൈയും മുറുക്കി പിടിച്ചു. കയറി കിടന്ന സഞ്ജുവേട്ട കുറച്ചു കഴിയുമ്പോ ഇതങ്ങ് മാറും. സഞ്ജു ലൈറ്റ് ഓഫ് ചെയ്തു പിന്നി വന്ന് കിടന്നു. ആമി തന്റെ കൈയിൽ അവളുടെ വയറ്റി ഇരിച്ചപ്പോ സഞ്ജു ഞെട്ടി. സാധാരണ ഈ സമയത്ത് അവന് ദേഹത്തേക്ക് അടുപ്പിക്കാറില്ല. എന്തോ ഒരു അസ്വസ്ഥത പോലെയാ. ഒന്ന് തൊട്ടുപോയ മാറിക്കിടക്കുന്നു പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നിട്ട് ഇപ്പൊ ഇതെന്താ ഇങ്ങനെ? വയറ്റിലൊന്ന് അമർത്തി തലവി തരുവോ? ആമിക്ക് കേട്ടു. സഞ്ജു അവളുടെ പാന്റിന്റെ കെട്ടഴിച്ചു അടിവയറ്റിൽ ശക്തിയായി തഴുകി. അവന്റെ ചൂടുള്ള പരക്കം കരം അവിടെ ചെറുതല്ലാത്തൊരാശ്വാസം പകർന്നു. എത്ര നെരുപിരി കൊണ്ടാലും വേദന പോവില്ലെന്ന് മനസ്സിലായി. ആമി വേദന കടിച്ചു പിടിച്ച് അങ്ങനെ തന്നെ കിടന്നു. പതിയെ അവന്റെ സ്പർശനത്തിൽ അവൾ കണ്ണടച്ചു. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി. അവൾക്കൊപ്പം അവന് നേരം വെളുത്തെഴുന്നേറ്റില്ല. അന്നെന്ത് സഞ്ജു രാത്രി ഉത്സാഹം പോയിരുന്നു. ആമി ഉറക്കം തന്നെ. മുഖവാകെ വെള്ളറി വിട്ടു. ചുണ്ടെല്ലാം ചോര പോലെ ചുവന്നിരുന്ന അവളുടെ മുടിയിലൊന്ന് തൊടുണ്ട്. നെറുകിലൊരു മുത്തവും കൊടുത്തു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. രാവിലത്തെ ചായയും കൂടി ഉണ്ടാക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ടാക്കി. വീണ്ടും മുറി വരുന്നു. പൊറുത്തതേ കണ്ണും തുറന്ന് കിടക്കുന്നുണ്ട്. വയറുവേദന മാറിയെന്നു. അവൻ വന്നു ബെഡിലിരുന്നു. ഇപ്പൊ നടുകഴച്ചില്ല. അവളൊരു തലങ്ങിലെടുത്ത് നടുത്തിന് തങ്ങി. സഞ്ജയനൊന്നും പോകുന്നില്ലേ? എനിക്കെന്തേത് പോവാൻ തോന്നുന്നില്ലേ? അതും തന്നെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി പോവാനും മടിക്കും. ഞാൻ ലീവ് എടുക്കട്ടെ അമ്മ? അസ്വസ്ഥതയാർന്ന മനസ്സോടെ അവൾ ചോദിച്ചു. എന്റെ സഞ്ജയ്ക്കായിട്ട് രോഗമൊന്നുമല്ല. എല്ലാ മാസവും വേദന പറഞ്ഞതല്ലേ? ആദ്യത്തെ ദിവസം മാത്രം ഇതുണ്ടാവാ. എനിക്ക് ഇന്നലെ ദിവസം റെസ്റ്റ് എടുത്താൽ മതി. ഒപ്പം ചൂടുവെള്ളത്തിലൊരു കുളി കുളിച്ച ബഹുസുഖം. എനിക്ക് വേണ്ടി ലീവൊന്നും എടുക്കട്ടെ. സഞ്ജയുടെ പറ്റും. ആമി വരണ്ട ചുണ്ടുകളായി പറഞ്ഞു. സഞ്ജു എന്നിട്ട് വിഷാദം നിറഞ്ഞ മുഖവുമായി ഇരിക്കുന്നത് കണ്ടു. അവൻ അടുത്തേക്ക് വിളിച്ചു. അവൻ നീട്ടിപ്പിടിച്ച മുഖം കൈക്കുടയിൽ പൊതിഞ്ഞെടുത്ത് ആമി അവന്റെ കണ്ണിലേക്ക് നോക്കി. സഞ്ജയൻ നോക്കിയല്ലേ? നിമിഷങ്ങൾ വേണ്ടി വന്നു. ഒന്ന് ആലോചിച്ചൊരു മാർഗം എടുക്കാൻ. എന്നിട്ട് കുളിച്ചോ? ഞാനും എഴുന്നേൽക്കുക. സഞ്ജു അവൾക്കൊരു ഗ്ലാസ് കട്ടൻ കൊണ്ടത് കൊടുത്തിട്ട് കുളിക്കാൻ കയറി. ഒരുങ്ങി ഇറങ്ങുമ്പോഴേ സഞ്ജുവിനൊരു ചടുപ്പായിരുന്നു. ഒന്നിനൊരു ഉത്സാഹമില്ല നിൽക്കുന്നവന് ആമിയെ ശ്രദ്ധിച്ചു. തീന്മേശയിലും അത് തന്നെ. ഇതെന്തോന്നാ സഞ്ജേട്ടാ? എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പൊ നോക്കി, ഞാൻ ഓക്കെയാ. ആമി സ്വയം ചൂണ്ടി പറഞ്ഞു. സഞ്ജു അവളെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ വാരി തരട്ടെ സഞ്ജേട്ടാ? സഞ്ജു തലയാട്ടി. അവൾ അവൻ ഉപ്പുമാവ് കൂട്ടി വായി വെച്ചു കൊടുത്തു.
അവൻ അവൾക്കും വാരി കൊടുത്തു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ബോധമില്ലാതെ കിടന്ന് ഉറങ്ങരുത്. 2 വർഷത്തെ വാതിൽ അടച്ചിരുന്നു. ലഞ്ച് സ്കിപ്പ് ചെയ്യരുത്. ബാഗുമായിട്ട് ഇറങ്ങും സഞ്ജു പറഞ്ഞുകൊണ്ടിരുന്നു. ഓ പിന്നെ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ആ, അവന്റെ പിന്നാലെ ഒന്ന് ചുണ്ടു ചുളുക്കി. സഞ്ജു തിരിഞ്ഞു വന്നു. അവളെ ഇരുകൈ കൊണ്ട് നെഞ്ചിലേക്ക് അണച്ച് ചുണ്ടിൽ അങ്ങോട്ട് ചുംബിച്ചു. ലവ് യു അമ്മേ. അയ്യോ എന്റെ അമ്മേ, ഞാൻ കൃതജ്ഞതയാണ്. ഈ വായിന്ന് ഇപ്പോഴെങ്കിലും ഇതൊന്ന് കേട്ടേക്കാം. ലവ് യു ടു സഞ്ജേട്ട. അവന്റെ കവളിൽ നല്ലൊരു അസല കടുകടി വെച്ചു കൊടുത്തോളൂ. സഞ്ജു പോകാനായി ഇറങ്ങി വാതിക്ക് പിടിച്ച് അവനെ തന്നെ നോക്കി ആമി. ഗേറ്റ് കടക്കും മുന്നേ സഞ്ജു അവളെ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കി. ആമി കൈ വീശി കാണിച്ചപ്പോ കണ്ണടച്ചൊന്ന് വിശ്വസിച്ച് അവൻ ബൈക്കുമായി പാഞ്ഞു. ഇടവഴി കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് സഞ്ജു വരുന്നതും കാത്ത പതിവ് പോലെ അവൻ കാറിലുണ്ടായിരുന്നു. ഇന്ന് സഞ്ജയ്ക്കൊപ്പം അഭിരാമില്ലെന്ന് കാണിക്കാൻ അവന്റെ കഴുകൻ കണ്ണുകളിൽ തിളക്കാം. ചുണ്ടിലെ എരിയുന്ന സിഗരറ്റിനൊപ്പം അവൻ കണ്ണിലെ ഗ്ലാസ് ഒരു മാറ്റി. ചുവന്നിരുന്ന റോണിയുടെ കണ്ണുകൾ നിർത്താതെയുള്ള കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട അവൻ ബെഡിന് എഴുന്നേറ്റത്. നടുവേദന ആയതുകൊണ്ട് കുറച്ചുനേരം കയറി കിടന്നതാണ്. മുറിയുന്നിറങ്ങി ഹാളിൽ ജെല്ലിയുടെ നോക്കുമ്പോൾ പുറത്തൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ടു. ആരാണെന്ന് മനസ്സിലായെങ്കിലും അവൻ ഡോൺ തുറന്നു. ആരാ? സഞ്ജയ് മോഹനന്റെ വൈഫല്ലേ? അയാൾ ചോദിച്ചു. ഞാൻ ജോയ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാ. മാസങ്ങൾക്ക് മുമ്പ് കുട്ടി പഠിക്കുന്ന കോളേജിൽ നിന്നല്ലേ ശില്പ എന്നൊരു ടീച്ചറെ അറസ്റ്റ് ചെയ്തത്? അതിൽ റോണി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അതെല്ലാം അന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളല്ലേ? ആമി ചോദിച്ചു. അത് പറവൂർ സ്റ്റേഷനിൽ നിന്നായിരുന്നില്ലേ? ഈ കേസ് ഇപ്പൊ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് മാറ്റിയതുകൊണ്ട് എനിക്ക് തന്നെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അയാളുടെ മുഖത്ത് ഗൗരവം കൂട്ടി. ആമി ഒന്ന് ഭയന്നു. ആ നിൽപ്പും തലകെടുപ്പും സംസാരം വേഷമില്ല. ഒരു പോലീസുകാരനെ പോലെ തന്നെ തോന്നിച്ചു. സാർ കയറിയിരിക്കും. ആമി ഉമ്മർത്തേറത്തിന്റെ കസേരയിലേക്ക് അയച്ചിട്ട് ജോയ് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. അഭിരാമി റോണിയെ നേരിട്ട് കണ്ടിട്ടില്ല. ഒപ്പം ഒരിക്കലും ഹസ്ബൻഡിന്റെ ഇപ്പം മാളിപ്പോയപ്പോ അവിടെ വെച്ച് കണ്ടിട്ടില്ല. ശില്പംസും അയാൾക്കിപ്പോ ഒന്നുണ്ടായിരുന്നു. ജോയലും മറുപടിയായൊന്നും മൂടി. പിന്നീട് ഒന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ആമിയൊക്കെ വല്ലാതായി. ഒരു പോലീസുകാരന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് അവൾക്ക് പരിഭ്രമം തോന്നുന്നുണ്ടായിരുന്നു. സഞ്ജേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം കിട്ടിയത്. കസേരയിൽ ഇരുന്ന് ആമി ഒന്ന് പാളി നോക്കി കൈകൾ തെരുത്തി പിടിച്ച് എന്തോ ആലോചിക്കുകയാണ്. അത് കണ്ടു. കുടിക്കാൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടും. അത് കഴിഞ്ഞ് ബാക്കി സംസാരിക്കാം. അയാൾ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് വരാം. ആമി അടുക്കളയിലേക്ക് ഇറങ്ങി ഫ്രിഡ്ജിൽ നിന്നൊരു വാട്ടർ ബോട്ടിൽ എടുത്തു. ഗ്ലാസ്സിൽ പകർത്തുമ്പോഴാണ് മുൻവശത്തെ വാതിലടയുന്ന ശബ്ദം കേട്ടത്. വെള്ളം എടുത്ത് ഹാളിലേക്ക് കാലെടുത്ത് വെച്ചത് സോഫയിലിരിക്കുന്ന ആളെ കണ്ട് ആമി നടങ്ങിപ്പോയി. റോണി ഒരു കാലിലും മറുകാലിൽ കയറ്റി വെച്ച് കൈകളും പിന്നെയും നിവർത്തി വെച്ച് തലയെടുപ്പോടെ ഇരിക്കുകവൻ. താനെന്താ ഇവിടെ? അയാളെവിടെ? ആമയുടെ കയ്യും കാലും പറിച്ചു. ഏത് സാർ? പരിഹാസ രൂപേണ അവൻ ചോദിച്ചപ്പോ ആമ അവനെ സൂക്ഷിച്ചു നോക്കി. ഓ, നേരത്തെ കണ്ടവനാണോ ജോയലി? അവന്റെ ക്ലോസ് ഫ്രണ്ടാ. നിന്റെ കൂടെ കയറിയേ വാതിലടച്ചിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതിനവൻ എന്നെ ഒന്ന് സഹായിച്ചു. എന്നെ ആദ്യമേ കണ്ട നീ എന്നെ വീട്ടിൽ കയറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെ, അവനെ ആദ്യം ഇങ്ങോട്ട് വിട്ടത്. പ്ലാൻ വർക്കൗട്ട് ആയപ്പോ തന്നെ അവനെ ഞാൻ പറഞ്ഞു വിട്ടു. സോ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. റോണി എഴുന്നേറ്റു അവളുടെ കയ്യിലെ വെള്ളം വാങ്ങി കുടിച്ചു. എന്ത് ധൈര്യത്തിലാ താൻ വീട്ടിനകത്ത് ഡോർ ലോക്ക് ചെയ്തത്? ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. കുറെ പാവം പിടിച്ച പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ബലസ് നടക്കാൻ നിനക്ക് നാണമില്ലടച്ചേറ്റേ. ആമിയുടെ മുഖത്ത് വെറുപ്പം നിറഞ്ഞു. അടുത്ത നിമിഷം റോണി അവളുടെ ദേഹത്തേക്ക് ചാരി. ആമി ചുവരി ചാരി നിന്നപ്പോ റോണി ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ആ കുറെ പെൺകുട്ടികളുടെ കൂട്ടത്തില് നീ ഉണ്ടോന്നൊന്ന് നോക്കിക്കേ. മൊബൈലിൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആമിക്ക് നേരെ പിടിച്ചു. ആമിയുടെ നെഞ്ചിടിച്ച് അവന്റെ പേരലുകൾ അമ്മ. ഏതൊരു വീടിന്റെ ആമിയുടെ ശ്വാസം നിലച്ചു. അവൾ മുറിയുന്ന ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ 5-10 സെക്കൻഡുകൾ മാത്രമേ ഉള്ളതിൽ അരയ്ക്കും മേലേക്ക് ഇന്നേഴ്സ് മാത്രം വിട്ട് നിൽക്കുന്ന തന്നെ അതിൽ വ്യക്തമായിട്ട് കാണാം. ആമി കലങ്ങിയ കണ്ണുകളുടെ അവനെ നോക്കിയത് അവിടെ വഷളത്തരം നിറഞ്ഞ നോട്ട്. പറഞ്ഞു തീർന്നിട്ട് അവന്റെ മുഖത്ത് ആമി കൈ ചുരുട്ടി ആഞ്ഞിടിച്ചു. എട നായേ, അവളുടെ കത്തുന്ന നോട്ടം കിട്ടും.
ചുണ്ടിലെ ചോര നക്കിയെടുത്ത് ചിരിച്ചുകൊണ്ട് ഹാമിയുടെ കയ്യിൽ പിടിച്ച് വളച്ച് അവളെ തിരിച്ചു നിർത്തി. വല്ലാത്തങ്ങ തെറിക്കാണ്. ഒടങ്ങി നിൽക്കടി, ഇല്ലെങ്കിൽ നീ കരയും. ഞാൻ കരയിക്കുന്നില്ലേ? അവൻ മുരണ്ടു. അവളുടെ കരച്ചിൽ ചീറി അവളെ മാത്രമായി ഒതുങ്ങിപ്പോയി. അവൻ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പോയാണോ? അവള് ഭയപ്പെട്ടു. ഈ വീഡിയോ എനിക്ക് തന്നു തരാണെന്നറിയാം. ശില്പ, നിന്റെ ശില്പ മിസ്, നീ നിന്റെ മറ്റവനൊക്കെ കൂടി അവളെ ജയിലിലേക്ക് കയറ്റി കഴിഞ്ഞ എല്ലാം ഒതുങ്ങുമെന്ന് വിചാരിച്ചു. ഇതുപോലെ എത്ര എത്ര വീഡിയോസ്, ഫോട്ടോസ് അവൾ അയച്ച് എന്തൊക്കെ ഇട്ടുപിടിച്ചിട്ടുണ്ടെന്നറിയൂ. മോൾക്ക് എത്ര നാളത്തെ കാത്തിരിപ്പാണെന്നറിയൂ. ഇങ്ങനെ കൈകളിൽ വെട്ടിട്ട് പിടിക്കാൻ ഹാമിയുടെ പിൻകഴുത്തി അവൻ മുഖം അമർത്തിയത് അറപ്പോടെ. ഹാമി സർവശക്തിയെടുത്ത് അവരെ പിന്നിലേക്ക് തള്ളി ഭിത്തിയിൽ ചാരി നിന്നു. ദയവേത് എന്നൊന്നും ചെയ്യരുത് റോണി, പ്ലീസ് പുറത്തേക്ക് പോ, പ്ലീസ് പുറത്തേക്ക് പോകാം. അതിനു മുമ്പ് അഭിരാമിന്റെ ആവശ്യം സാധിച്ചല്ല, അല്ലാത്തവരടി ഞാൻ പിന്നോട്ട് പോകില്ല. അത്രയ്ക്കെന്നെ മോഹിപ്പിച്ചിട്ടുണ്ട് നീ. കാത്തിരിക്കുകയായിരുന്നു നിന്നെ ഒന്ന് തനിച്ച് കിട്ടാൻ. അത് പറയില്ല. അവളുടെ കൈ പിടിച്ച് ദേഹത്തേക്ക് വലിച്ച് വരഞ്ഞു മുറുക്കി കഴിഞ്ഞു റോണി. ഹാമി ഒച്ചയെടുത്ത് കരഞ്ഞു. അവളുടെ വാ പൊത്തി ചുരിദാർ ടോപ്പിനുള്ളിലൂടെ കൈയെടുത്തി ഹാമിയുടെ വയറിൽ പിടിച്ച് നെരിച്ചതും അവിടെ പൊള്ളി അടന്നു പോകുമ്പോലെ ഹാമി പെടഞ്ഞു. കൈ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നത് അവളെ ഭിത്തിയിലേക്ക് അമർത്തി ശക്തമായി അവളിലേക്ക് അമരുകയും ചെയ്തവൻ അകാരണമായ ഭയത്താൽ ഹാമിയുടെ ശരീരം വെട്ടിവരച്ചു. ഇടയ്ക്കാതെ അഭിരാമി, ഒരൊറ്റ തങ്ങണ, നീയൊന്ന് വഴങ്ങി തങ്ങ. അതിലും വേദനിപ്പിക്കാതെ ഞാനങ്ങ് പോകും. നിന്റെ വീഡിയോസ് ഞാൻ ഇതുവരെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്ന് തന്ന ഒച്ചിരി നല്ല. അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്ന നിമിഷം വീഡിയോ ലീക്കായിരിക്കും. റോണി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. ഹാമി നിസ്സഹായതയായി. അവന്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിര വാ പൊത്തിപ്പിടിച്ച അവന്റെ കൈക്കുള്ളിൽ ആഴത്തി കടിച്ചു ദേഹത്തെ പിടിയഴിഞ്ഞതും ഹാമി മുട്ടുകാൽ ഉയർത്തി അവന്റെ അടിവയറ്റി തൊഴിച്ചു. റോണി വയറുമുത്തി കുഴിഞ്ഞിരുന്നു. ഹാമി വേഗം മുറിക്കകത്തേക്ക് ഓടിക്കേറി വാതിലെടുക്കാൻ നോക്കിയെങ്കിലും സാക്ഷി ഇടും മുന്നേ റോണി അതിനപ്പുറം എത്തിയിരുന്നു. വാതിൽ തള്ളി തുറക്കാൻ അവൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ ആമി അതിന് അവസരം കൊടുക്കാതെ, എന്നാൽ സാക്ഷി ഇടാൻ കഴിയാതെ വാതിൽ തള്ളി പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ മരണ വെപ്രളത്തിലായിരുന്നപ്പോൾ കൊടുക്കൻ ടേബിളിലിരുന്ന ഫോൺ എങ്ങനെയോ കൈയെത്തിച്ചെടുത്തു. വാതിൽ ചാരി നിന്ന് സഞ്ജുവിന്റെ നമ്പർ ഡയൽ ചെയ്തു. പുന്നാരം മോളെ, വാതിലൊർക്കടി, റോണിയെ ആക്രോശിച്ചു. ആമി ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. അപ്പൊ സഞ്ജു ഫോൺ കട്ടാക്കുന്ന കണ്ട് നിമിഷ നേരം കൊണ്ട് അവള് വെട്ടി വീർത്തു. ഫോൺ എടുക്ക് സഞ്ജേട്ടാ, പ്ലീസ് പ്ലീസ്. കോളേജിൽ ഇമ്പോർട്ടന്റ് മീറ്റിംഗിലായിരുന്നു സഞ്ജു. മൂന്നാം വട്ടം ആമി വിളിക്കുന്നത് കണ്ട് അവൻ നെറ്റ് ചൊറിഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് വിളിച്ചുകൂട്ടി മീറ്റിംഗ്. ഫോൺ എടുക്കാൻ മാറുന്ന് സംസാരിക്കാനോ വഴിയിൽ അവൻ വീണ്ടും കോൾ തട്ടിയത് ഫോൺ സൈലന്റ് ആക്കി പോക്കറ്റിൽ തിരികെ. അതേസമയം ആമി വീണ്ടും അവനെ വിളിച്ചു. റോണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടയുകയാണ്. അവള് ഭയത്തോട് ചിന്തിച്ചു. വിറയ്ക്കുന്ന കൈകൊണ്ട് അടുത്ത വീട്ടിലെ ആളുടെ നമ്പർ തേടി സഹായം ചോദിക്കും മുന്നിൽ റോണി ആഞ്ഞു ചവിട്ടി. ആ വാതിൽ മറക്കി തുറന്നു കഴിഞ്ഞു. ആമി കട്ടിലേക്ക് തലയിടിച്ചു വീണു. നെറ്റിമുറിഞ്ഞ് ചോര വാർന്നു. ആരെയായിരുന്നു നീ വിളിക്കുന്നത്? നിന്റെ മറ്റവനെയാണോ? ഏതവൻ നിന്നെ രക്ഷപ്പെട്ടാൻ വന്ന? അതിനു മുന്നേ നിന്നെ ഞാൻ ചീത്തയാക്കും. എനിക്ക് മടുക്കും വരെ ഞാൻ നിന്നെ നോവിച്ചു കൊല്ലും. റോണി അവളുടെ മുടുക്കത്തേക്ക് എഴുന്നേൽപ്പിച്ച് ഹാമിയുടെ ചുണ്ടുകളെ കടിച്ചെടുത്തു. അവന്റെ ഓരോ നീക്കത്തിലും ഹാമി മരിച്ചുകൊണ്ടിരുന്നു. ആർത്തവത്തിന്റെ ആദ്യ നാളിലെ ഔഷധം മൂലം ആ പാവം പെണ്ണു ആ നരഭോജിക്കൊപ്പം പിടിച്ചേൽക്കാൻ കഴിഞ്ഞില്ല. ഹാമിയുടെ പ്രാണി പതിയെ നഷ്ടമായിക്കൊണ്ടിരുന്നു. തുടരുന്നു.